ഹലോ ഗൈസ്, മനുവാണ്. നമുക്കൊന്നൊരു മാമ്പഴ പുളിശ്ശേരി വെച്ചാലോ? ഒരു നാടൻ രീതിയിൽ, ഒരു തനിമയായ ഒരു പഴമക്കാരെ വെക്കുന്ന രീതിയിലുള്ള നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന രീതി, നല്ലൊരു അടിപൊളി പുളിശ്ശേരി. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട്. ചെറിയ നമ്മൾ കണ്ണിമാങ്ങ പോലത്തെ കാട്ടുമാങ്ങയില്ലേ, കാട്ടുമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളയും. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കുകയാണ്, കാരണം സാധാരണ വെച്ചാൽ അമ്മച്ചീനെ കൊണ്ട് കറി വെപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മച്ചിയാണ് കറി ഉണ്ടാക്കുന്നത്, അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ ശേഷം ഇത് നമ്മുടെ ഒരു മൺചട്ടി എടുത്ത് മൺചട്ടിയിലേക്ക് ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ചെറിയ ചെറിയ പീസായിട്ട് ആദ്യം കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് മാമ്പഴം തന്നെ വായിലിങ്ങനെ നമുക്ക് ആ ഒരു മാമ്പഴത്തിൻ്റെ ഒരു പുളിയൊക്കെയല്ലേ ആ കട്ട് ചെയ്യുമ്പം അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നാവിലിങ്ങനെ വെള്ളം മുറിയിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ആവശ്യത്തിന് നമ്മൾ ആദ്യം വെള്ളം അങ്ങ് ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിന് ബാക്കിയുള്ള പരിപാടിയുണ്ട്. കൂടുതലിതാ കുറച്ച് പച്ചമുളകും ഒരു അരമുറി സവാളയും കൂടെ ഒന്നായിരിക്കും ഇടുക. പണ്ടത്തെ കാരണവന്മാർക്കൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ വീട്ടിലൊക്കെ ശേഷം പെണ്ണുങ്ങൾക്കൊക്കെ കൈ കൊണ്ട് മതി, കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് അത് കട്ട് ചെയ്ത് തരുന്നു. അതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം. വേവിക്കാൻ വെക്കുന്നതിന് മുമ്പ് കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇതിനകത്ത് കുറച്ച് കറിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പഴമക്കാർ കാണിക്കുന്ന കുറച്ച് സീക്രട്ട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അത് എന്തായാലും ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. ആവശ്യത്തിന് അത് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളത് സ്റ്റവ് കത്തിക്കുന്നു. നേരെ അടുപ്പിൽ ചട്ടി വെക്കുന്നു. ഇത് നമുക്ക് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കാം. ഇത് മൂടി വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരപ്പ് തയ്യാറാക്കാനുള്ള പരിപാടിയാണ്. ഞാനിത് രണ്ട് രീതിയിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ. അതേപോലെ ഒരു ടീസ്പൂൺ ചെറുജീരകം, നമ്മൾ പെരുംജീരകമല്ല ചെറുജീരകം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം സവാള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തെടുത്തു. അതേപോലെ വെച്ചിട്ട് ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കി ചേരുവ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറച്ച് അരവ് നല്ല കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് രീതിയിൽ രണ്ട് പാർട്ടായിട്ട് ഇപ്പം നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ശേഷം ഓൾമോസ്റ്റ് എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള തേങ്ങയും കൂടെ നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് അതും കൂടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. എൻ്റെ ചങ്ങാതിമാതി ഇതേ സമയത്ത് നല്ല വെന്ത മണം വരുന്നുണ്ട്. നിങ്ങളത് നോക്കി അട്ടപ്പം ഒന്ന് പൊക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കൃത്യമായിട്ട് അതിൻ്റെ സ്മെല്ല് കുറച്ചായിട്ട് കിട്ടും. മാമ്പഴ പുളിശ്ശേരിയൊക്കെ വീട്ടിൽ വെക്കുമ്പോൾ എന്തായാലും അടുക്കളയുടെ പരിസരത്തൊക്കെ പോയി നിൽക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു ഫീലിങ്സ് എന്താണ്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വെന്തോന്ന് നോക്കുകയാണ്. ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് കൈ കൊണ്ട് ഞെക്കി കഴിയുമ്പം കൃത്യമായിട്ട് അറിയാൻ പറ്റും വെന്തോ ഇല്ലയോ എന്ന്. അതിനുശേഷം തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നു. അരപ്പിട്ട് വരുമ്പോഴത്തേക്കും കുറുകി വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കൊഴുപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അരപ്പിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടങ്ങ് ഒഴിച്ചാണ്. അടുത്താണ് ഞാൻ പറഞ്ഞ സീക്രട്ടാണെന്ന് വരുന്നത്. കുറച്ച് ശർക്കര, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് ശർക്കര ചീകി എടുത്തിട്ട് അത് നേരെ നമ്മൾ
പുളിശ്ശേരിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഇളക്കി വരണം. കാരണം നമ്മൾ കഴിയുമ്പോൾ കൃത്യമായിട്ടൊരു മധുരം കിട്ടണം. മധുരവും പുളിയും ഒക്കെ ചേർന്ന് വരുമ്പോഴാണ് മാമ്പഴ പുളിശ്ശേരിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൃത്യമായ രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് വേണ്ട വെച്ച് കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കാമെന്നാണ്. അതോടൊപ്പം നമുക്ക് ഉപ്പ് കുറച്ച് പോരാന്നുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ആവശ്യത്തിന് നോക്കുക. അതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അതിനുശേഷം കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ആ കടുക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് സവാളയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. അത് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് വത്തനമുളക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു 3-4 എടുത്തിട്ട് മെഷീൻ കീറി ഇട്ടാൽ മതിയാവും. അപ്പോൾ വത്തനമുളകെല്ലാം കൊണ്ട് ചേർത്ത് മൂപ്പിച്ചിട്ട് കറിയോട് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ ഞാൻ റെഡിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് ഇടണം കേട്ടോ.